കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് തളിപ്പറമ്പിലെ തീപിടുത്തമാണ്. നമുക്കറിയാം, നമ്മൾ നെഞ്ചിടിപ്പോടുകൂടി കേട്ട ഒരു വാർത്തയായിരുന്നു തളിപ്പറമ്പ് നഗരഹൃദയത്തിൽ ഒരു കെട്ടിട സമുച്ചയത്തിന്, ഒരു വ്യാപാര കേന്ദ്രത്തിന് തീ പിടിക്കുന്നത്. ഏതാണ്ട് 4-5 മണിക്കൂർ തീ അങ്ങനെ ആളിക്കത്തുന്ന ഒരു രംഗത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷിയായത്. വളരെ ഭയപ്പെട്ടു നമ്മൾ. ജീവഹാനി ഒഴിവായി, എന്നാൽ കോടികളുടെ നഷ്ടമുണ്ടായി. 102-ലേറെ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായി. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതം വഴിമുട്ടി. അപ്പോൾ ആ വാർത്തകളൊക്കെ കഴിഞ്ഞു. ആ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തകളായിരുന്നു. തീപിടുത്തത്തിന്റെ കണക്ക്, നഷ്ടത്തിന്റെ കണക്ക്, തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം, അത് സംബന്ധിച്ച അന്വേഷണം, ജനപ്രതിനിധികളുടെ വരവ്, ഈ ബഹളങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെ, എങ്ങോട്ട്, എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നേർരേഖ ചർച്ച ചെയ്യുന്നത്. കാരണം എല്ലാവരും എല്ലാം കഴിഞ്ഞു പോയാൽ പിന്നെ ഈ പറയുന്ന ഈ 102 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്, നൂറുകണക്കിന് തൊഴിലാളികളുണ്ട്. കടം വാങ്ങിയും പണ്ടം പണയം വെച്ചും ഒക്കെ പലിശയ്ക്ക് വാങ്ങിയും കച്ചവടം നടത്തുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരുടെ പുനരധിവാസം എവിടെ എത്തി നിൽക്കുന്നു? നൂലാമാലകളിൽ കുടുങ്ങി അവരുടെ ജീവിതം വഴിമുട്ടുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ നേർരേഖ അന്വേഷിക്കുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 4 പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് വ്യാപാരി വ്യവസായിയുടെ നേതാവ് തന്നെയാണ്, മർച്ചന്റ്സ് അസോസിയേഷൻ തളിപ്പറമ്പിന്റെ പ്രസിഡന്റ് ശ്രീ KS റിയാസ്. അതുപോലെ തന്നെ ഇടതുമുന്നണി, അവരാണല്ലോ കേരളം ഭരിക്കുന്നത്, അവരുടെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് CV ഗിരീഷൻ. അതുപോലെ തന്നെ തളിപ്പറമ്പ് നഗരസഭ ഭരിക്കുന്ന UDF ആണ്. അതിൽ നിന്ന് കൗൺസിലർ PC നസീർ, മാധ്യമപ്രവർത്തകൻ ശ്രീ MK മനോഹരൻ. ഈ 4 പേരും പങ്കെടുക്കുകയാണ്. ഇവരുമായി നമുക്കൊന്ന് സംവദിക്കാം. എന്താണ് അവിടെ നടക്കുന്നത്? തുടർ നടപടികൾ എന്തെല്ലാം? മനുഷ്യർക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? നഷ്ടപരിഹാരം ലഭിക്കാനുള്ള വഴികൾ ഒരുങ്ങുന്നുണ്ടോ? ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള കരുതൽ ഉണ്ടാകുമോ? എന്നീ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് പ്രേക്ഷകർക്കും. ഒപ്പം നിങ്ങൾ 4 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നഷ്ടം വ്യാപാരികൾക്കാണ്, വ്യാപാരി തൊഴിൽ ഉടമകളും തൊഴിലാളികളും. നമുക്ക് വ്യാപാരി നേതാവിൽ നിന്ന് തുടങ്ങിക്കോട്ടെ. യെസ്. അപ്പൊ എങ്ങനെയാണ് റിയാസ്, ആ സംഭവത്തിന്റെ ഒരു ചുരുക്കം ഒന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ഇപ്പോൾ വാർത്തയൊക്കെ വന്ന് മറന്നു കഴിഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ വാർത്തകളിൽ നിന്ന് പെട്ടെന്ന് അടുത്ത വാർത്തയിലേക്ക് പോകും. നിങ്ങൾ കണ്ട ആ തീപിടുത്തം ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഒക്ടോബർ 9 ഒരു 4:50-53 അവിടെ ഒരു തീപിടുത്തം ഉണ്ടായത്. അന്നേ ദിവസം നമ്മൾക്ക് നേതാക്കള് പോലീസ് സ്റ്റേഷൻ ജനകീയ സമിതിയുടെ ജനകീയ പോലീസിന്റെ യോഗം കഴിഞ്ഞ് പിരിഞ്ഞ് ഒരു 5:05 ആകുമ്പോഴാണ് ജനറൽ സെക്രട്ടറി വിളിക്കുന്നത്, ഇങ്ങനെ ഒരു തീപിടുത്തം നടത്തുന്നത്. ഉടൻ തന്നെ നമ്മൾ വന്നപ്പോൾ കണ്ട അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇങ്ങനെ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഫുട്വെയർ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫൺ സിറ്റി എന്ന് പറയുന്ന സ്ഥാപനം, അങ്ങനെ തീ പടർന്നു. സ്വാഭാവികം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. വിവിധ മേഖലയിലെ ആളുകൾ, തൊഴിലാളികളുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട് എന്ന് വേണ്ട എല്ലാ ആളുകളും, തളിപ്പറമ്പ് പൗരാവലി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇൻഫോം ചെയ്തു, പോലീസിൽ ഇൻഫോം ചെയ്തു, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഇൻഫോം ചെയ്തു. ശേഷം നമുക്ക് കഴിയാവുന്ന രീതിയിൽ ബക്കറ്റ് വെള്ളം എടുത്തിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും, അതുപോലെ അവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ കുറച്ച് ഹോട്ടലുകളും മറ്റൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഗ്യാസ് കുറ്റികളൊക്കെ പുറത്തിറക്കി. പിന്നെ നമുക്കറിയാം, അപ്കമിങ് ഫയർ വന്നു. അതുപോലെ തന്നെ നടത്താനുള്ള ശ്രമം നോക്കി, പക്ഷേ അതിഭീകരമായിരുന്നു. കാരണം ഈ തീ പടർന്ന് പന്തലിക്കുകയത്. പിന്നെ അതിന് തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിൽ, അവിടെ ഷാലിമാർ, അങ്ങനെ അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്, അതങ്ങ് ആളിപ്പടരുകയാണ്. എത്ര സ്ഥാപനങ്ങൾ കത്തി നശിച്ചു? മൊത്തം 101 റൂമുകളാണ് കത്തിയത്. പക്ഷേ സ്ഥാപനങ്ങളുടെ എണ്ണം എടുത്തിയ 40ഓളം സ്ഥാപനങ്ങളേ ഉള്ളൂ. ആ കെട്ടിടത്തിൽ ഷാലിമാർ സ്റ്റോർ എന്ന് പറയുന്ന സ്ഥാപനത്തിന് 22 റൂമുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, പിന്നെ രാജധാനി സൂപ്പർ മാർക്കറ്റ്, അവർക്ക് 7 റൂമാണുള്ളത്. ബോയ്സ് സോണിന് 6 റൂമാണുള്ളത്. അവിടെ കത്തിക്കരിഞ്ഞ മാട്രിക്സ് എന്ന് പറയുന്ന ഫുട്വെയറിന്, അതിനും 6 റൂമാണുള്ളത്. 101 റൂമുകളിൽ 83 റൂമുകളിലും ഫുൾ ചരക്കുകളും ഫർണിച്ചറുകൾ, ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറുകൾ എല്ലാം കത്തി നശിച്ചു. ആ ഒരു ബിൽഡിങ്ങിൽ മൊത്തം KV കോംപ്ലക്സ് എന്ന് പറയുന്ന ബിൽഡിങ് 112 റൂമുകളാണുള്ളത്. ഈ 112 റൂമുകൾ കേവലം എണ്ണാവുന്ന മേലെയുള്ള റൂമുകൾ മാത്രമാണുള്ളത്. സത്യത്തിൽ അത് എന്താ പറയുക, ഒരു 3-4 മണിക്കൂർ നമ്മളൊക്കെ സ്തബ്ധരായി നിൽക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല. മനുഷ്യന് കഴിവുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യൻ ഇത്രത്തോളം കഴിവില്ലാത്തൊരു സാഹചര്യം മുന്നിട്ട ഒരു സമയമായിരുന്നു അത്. നിസ്സഹായരായി നോക്കിയിരുന്നു. ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും പോലീസും ഒക്കെ വന്നു. ദൈവത്തിന്റെ അനുഗ്രഹം, നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾക്ക് ജീവഹാനിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് നമ്മൾക്ക് ആ തളിപ്പറമ്പ് പട്ടണത്തെ
ആ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നമുക്കറിയാം തളിപ്പറമ്പ് പട്ടണത്തിൻ്റെ ഒരു എന്താ പറയുക സെൻട്രൽ പോയിന്റാണ്. അവിടുന്ന് പിന്നെ അത് നിർത്താൻ കഴിഞ്ഞു. കാരണം പാറേക്കുളം ജ്വല്ലറിയും അതുപോലെ തന്നെ ഫോട്ടോ കോയിൻ സ്റ്റുഡിയോ അതാണ് അതിൻ്റെ ബോർഡർ. അവിടെ കൃത്യമായി നമുക്ക് ഫയർഫോഴ്സിൻ്റെയും മറ്റൊക്കെ ഇതുകൊണ്ട് നമുക്ക് ആ തീപിടുത്തം എത്ര നിർത്താൻ മണിക്കൂർ ഇത് സാധിച്ചു. മൊത്തം കത്തി നിന്നു ഈ സാധനം? ഏകദേശം ഒരു 9:15 അല്ല 4 എത്ര മണിക്കൂർ, മണിക്ക് തീ പിടിച്ചു? 4:50 5 മണി 5 മണി. 4:50 അപ്പൊ 4 മണിക്കൂർ ലൈവായി 4 കത്തി മണിക്കൂർ നിന്നു. ലൈവായിട്ട് ലൈവായിട്ട് കത്തി നിന്നു. കത്തെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ അതിന്റെ തൊട്ടടുത്ത് പോലും നിൽക്കാൻ പറ്റിയില്ല. ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലുള്ള ഗ്ലാസ് അടക്കം പൊട്ടിത്തെറിക്കുന്ന അതിഭീകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. യെസ്, നമുക്ക് തിരിച്ചു വരാം. ശ്രീ ഗിരീശൻ, നമ്മള് ഭരണം ഇടതുപക്ഷം, സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ തളിപ്പറമ്പ് പോലുള്ള ഒരു നഗരത്തില് ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായി. തുടക്കം ചെറിയ തീപിടുത്തമാണ്. 4 മണിക്കൂർ നിന്ന് കത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. തീ അണക്കാൻ ഒടുവിൽ എയർപോർട്ടിൽ നിന്ന് വരെ ഫയർ എഞ്ചിൻ വരുന്നു. സത്യത്തില് നമ്മുടെ ഈ സുരക്ഷാ സംവിധാനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? സുരക്ഷാ സംവിധാനം എന്ന് പറയുന്നത്, അന്നേ ദിവസം ഞാനൊരു 4:05 സംഭവ സ്ഥലത്ത് എത്തുന്നത്. തുടക്കം, ആ തീയുടെ തുടക്കം എന്ന് പറയുന്ന ഒരു കടയുടെ ബോർഡിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് തീ ആദ്യം തന്നെ ഉണ്ടാകുന്നത്. സത്യത്തിൽ ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ കെടുക്കാൻ പറ്റുന്ന തീ ഉണ്ടായിരുന്നു. ഞാനവിടെ എത്തുമ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിൻ്റെ താജുദ്ദീൻ തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് മുകളിലേക്ക് ഒഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വെള്ളം അതിലേക്ക് എത്തുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കൂടെ വന്ന് ഒരു ബക്കറ്റ് വെള്ളം അതിനെ മേലെ ഒഴിച്ച് അന്നേരം കെടുക്കാൻ പറ്റുന്ന തീ ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിലേക്ക് ആ മുകളിലെ ബിൽഡിങ്ങിൻ്റെ ചുറ്റും വരാനുള്ള ഒരു വഴി അതിനുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺസൈഡ് ഭാഗം ഉൾപ്പെടെ കടമുറിയായി അവരെ സൗകര്യപ്പെടുത്തി ഗ്ലാസ് ഇട്ടു എന്നുള്ളത് അതിന് തടസ്സമുണ്ടായി. പക്ഷെ ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ആ കടയുടെ ഉള്ളിലേക്ക് ഈ കാര്യം പോകുന്നത്. അതിനകത്താണെങ്കിൽ റബ്ബർ ഷീറ്റ് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ എല്ലാ സാധനങ്ങളാണ് ആ കടയിൽ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് തീ ഒരു നിയന്ത്രണ വിധേയമാകാത്ത നിലയിൽ അത് പൂർണ്ണമായും പടർന്ന് തൊട്ടടുത്ത കടയിലേക്ക് പോകും. ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഫയർ സർവീസ് ആണ് എത്തിയിട്ടുണ്ടായിരുന്നു. ഫയർ സർവീസ് വന്നപ്പോൾ ആ ഒരു സംവിധാനത്തെ അടക്കാൻ പറ്റുന്ന നിലയിലല്ല ആ തീ ഉണ്ടായത്. 10 മിനിറ്റ് കൊണ്ട് അത്രയേറെ അത് ആളിപ്പടർന്നു. 10 മിനിറ്റ് കൊണ്ട് ആ സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്കും നമ്മുടെ പിന്നീടാണ് ആ ഫയർഫോഴ്സ് വന്ന സമയത്ത് നമ്മളെ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നത്. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് അണക്കാമായിരുന്നു. ആ സംവിധാനം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ സ്പോട്ടിലേക്ക് എത്താനുള്ള സുരക്ഷാ കവാടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ. അല്ലെ? തിരിച്ചു വരാം. നസീർ, നഗരസഭയാണ് ഈ തളിപ്പറമ്പ് ഭരിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഒരു ബക്കറ്റ് വെള്ളമുണ്ടെങ്കിൽ അണക്കാമായിരുന്നു. എവിടെയാണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ? ആരാണ് ഇതെല്ലാം നോക്കുന്നത്? കാരണം ആ സ്പേസ് ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞു വന്നത് ആ സ്ഥലത്തേക്ക് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ബക്കറ്റിൽ വെള്ളം ഒഴിച്ച്, അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാകണമെന്ന് നിർബന്ധമാണ് ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ. അതെല്ലാം ഗ്ലാസ് ഇങ്ങനെ ചുറ്റിക്കെട്ടി ഉണ്ടാക്കുമ്പോൾ നോക്കാനൊന്നും ആരും ഇല്ലേ നിങ്ങളുടെ നഗരസഭയിൽ? അല്ല, അന്നത്തെ സംഭവം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, വലിയ പ്രയാസമുണ്ടാക്കിയ ഒരു സംഭവമാണ്. 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കെട്ടിടം എന്ന നിലയിൽ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്, ആ സമയത്തുള്ള കെട്ടിടം എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ 2-2.5 കിലോമീറ്റർ മാത്രം ദൂരപരിധിയിലുള്ള ഫയർഫോഴ്സിന് തളിപ്പറമ്പിലേക്ക് എത്താൻ ഏകദേശം 10 മിനിറ്റ് വരെ വേണ്ട. പക്ഷേ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എത്തിയത്. എത്തിയ സമയത്ത് തന്നെ 2 വാഹനം, ഫയർ സർവീസിൻ്റെ വാഹനം എത്തിയിട്ടുണ്ടെങ്കിലും അതിലൊരു വാഹനത്തിൽ എന്തില്ല, വെള്ളമുണ്ടായിരുന്നില്ല. വെള്ളമില്ലാതെ ഇവര് വെള്ളം തീയെടുത്ത മറ്റൊരു വാഹനത്തിൽ വെള്ളമുണ്ടായിരുന്നു, പക്ഷേ ഫോഴ്സ് ഇല്ല. മുകളിലേക്ക് അടിച്ച് കയറ്റാനുള്ള ഫോഴ്സ് ആ വാഹനത്തിൽ വന്ന ഫയർ സർവീസ് വാഹനത്തിന് എന്തില്ല, സൗകര്യമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കടയുടെ നെയിം ബോർഡിലാണ് ഈ തീപിടുത്തമുണ്ടായത്. ആ സമയത്ത് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഫയർ സർവീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ അപകടത്തിലേക്ക് എന്ത് ചെയ്യില്ല, പോവില്ലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ആ 2 ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തീ അണക്കാൻ പറ്റുമായിരുന്നു. മറ്റു മേഖലകളിലേക്കും മറ്റു ഷോപ്പുകളിലേക്കും എന്ത് ചെയ്യില്ല, ഈ തീ പടരില്ലായിരുന്നു.
അപ്പോൾ നമ്മുടെ തളിപ്പറമ്പിനകത്തുള്ള ഫയർ സർവീസ് സംവിധാനത്തിൻ്റെ വലിയൊരു വീഴ്ച ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് വസ്തുത. ഞങ്ങളുടെ വാദം. യെസ്, നമുക്ക് തിരിച്ചു വരാം. ശ്രീ മനോഹരൻ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പക്ഷമില്ല, നേരെ നിന്ന് സംസാരിക്കും. എങ്ങനെയാണ് ഈ തീപിടുത്തത്തെ കാണുന്നത്? കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം തീപിടുത്തം ഉണ്ടായി, കോടികളുടെ നഷ്ടം ഉണ്ടായി, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതിനൊക്കെ ഒരു മറുപടി വേണം. കാരണം നമ്മൾ അത്രയും തിക് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. യഥാർത്ഥത്തില് തീപിടുത്തം ഉണ്ടായതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. തൊട്ടടുത്തുള്ള ഒരു ബക്കറ്റിലെ വെള്ളം കൊണ്ട് അണക്കാവുന്ന തീയാണ് ആദ്യം ഉണ്ടായിരുന്നു എന്ന് ഗിരീഷ് പറയുന്നത്. അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ട്? ശരിയാണ്. അതായത് ആദ്യം തീപിടിക്കുന്നത് ഒരു ചെരുപ്പ് കടയുടെ നൈൻ ബോർഡിന് അനുബന്ധിച്ചിട്ടുള്ള ഒരു വയറിൽ നിന്നും തീ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതൊരു ചെറിയ തീപിടുത്തമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഒരു ബക്കറ്റ് വെള്ളമോ അല്ലെങ്കിൽ അഗ്നിശമന സംവിധാനം ഉപയോഗിച്ചിട്ട് സാധാരണഗതിയിൽ ഒരു ഷോപ്പിൽ ഉണ്ടാകേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ ഉപകരണങ്ങളൊന്നും തളിപ്പറമ്പിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അതിന്റെ ഉത്തരവാദി ആരാണ്? അതിന്റെ ഉത്തരവാദി നമ്മുടെ സംവിധാനമാണ്, നമ്മുടെ വിവിധ വകുപ്പുകളാണ്. ഇപ്പോഴും തീപിടുത്തത്തിന്റെ കാരണങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ തീപിടുത്തം ഉണ്ടായതിനു ശേഷമാണ് ഇവരൊക്കെ ഉണരുന്നത്. ഗിരീഷ് പറഞ്ഞതായാലും റിയാസ് പറഞ്ഞതായാലും നസീർ പറഞ്ഞതായാലും ഒരു ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നു. ഒരു ഫയർഫോഴ്സിന്റെ വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 3 നില കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉയരം കുറഞ്ഞ കെട്ടിടമാണ് ശരിക്കും. ആ ഉയരം കുറഞ്ഞ കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് ആദ്യം തീ പിടിക്കുന്നത്. ഈ 2ാം നിലയിലേക്കുള്ള പമ്പ് ചെയ്യാൻ മാത്രമുള്ള കഴിവില്ലാത്ത ഒരു സംവിധാനമാണ് ഫയർഫോഴ്സിൻ്റെത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലജ്ജിക്കേണ്ട ഒരു കാര്യമാണ്. അത് പ്രൂവ് ചെയ്യപ്പെട്ട സംഭവമാണ്. പിന്നീട് സംഭവിച്ചതാണ്, ഇതിന് ശേഷമാണ് അധികാരികൾ ഉണരുന്നത്. നമ്മുടെ രാജ്യത്തൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്, ദുരന്ത നിവാരണ സംവിധാനമുണ്ട്. പക്ഷെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ ഞങ്ങളൊക്കെ പല ആളുകളെയും വിളിക്കേണ്ടി വന്നു. സ്ഥല MLA വിളിച്ചു, അങ്ങനെ പലരെയും വിളിച്ചിട്ടാണ് ഈ സംവിധാനം. ഞാൻ സംഭവം നമ്മൾ പ്രസ് ഫോറത്തിൽ ഇരിക്കുന്ന സമയത്താണ് സംഭവം നടക്കുന്നത്. അത് തൊട്ടുമുട്ടിയിട്ടാണ് പ്രസ് ഫോറം. ഈ തീ പ്രസ് ഫോറത്തിന്റെ കെട്ടിടത്തെ ബസ് സ്റ്റാൻഡിന്റെ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോലും കടന്നു വരാൻ ഒരു 5 മീറ്റർ ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടാണ് ഈ സംവിധാനങ്ങൾ നോക്കുന്നത്. ഇപ്പോഴും എന്താണ് അവസ്ഥ? ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദുരന്ത നിവാരണ സംവിധാനം ഭയങ്കര കാര്യക്ഷമമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സിന്റെ വണ്ടി കടന്നു വരുന്നത് ചുടല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ ബ്ലോക്കാകുന്നു. റോഡ് ബ്ലോക്കാണ്, ഒരു സംവിധാനമില്ല ഫയർഫോഴ്സിന്റെ വണ്ടി വരാൻ. അവർ നിരന്തരം വിളിക്കുകയാണ്, ഞങ്ങൾ ഈ വണ്ടിയുടെ ബ്ലോക്കാണ്, എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നിരുന്ന വണ്ടി വളപട്ടണത്ത് പുതിയ തെരുവിൽ ബ്ലോക്കായി. മണിക്കൂറുകൾ എടുത്തതിന് ശേഷമാണ് ഈ വാഹനം അവിടെ എത്തുന്നത്. ഒടുവിലാണ് മട്ടന്നൂരിലെ വണ്ടി എത്തുന്നത്. ഈ സംവിധാനം എന്ന് പറയുന്നത് തികഞ്ഞ പരാജയമാണ്. ദുരന്ത നിവാരണ ഇല്ല, ഫലത്തിലില്ല. ഇപ്പോഴവരെന്താ പറയുന്നത്? ദുരന്ത നിവാരണത്തിൽ നിയമമുണ്ട്, അങ്ങനെ കട തുറക്കാൻ പാടുള്ളൂ, ഇങ്ങനെ കട തുറക്കാൻ പാടുള്ളൂ. ഈ സംവിധാനം ആ ഈ തീ പിടിച്ചപ്പോഴും ഇവരെവിടെ കട തുറക്കാണ് ഇതിന്? ഞാനിത് ഉത്തരവാദപ്പെട്ട ആളുകളോട് തന്നെ ചോദിച്ചു. അതിന് ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ കലക്ടറാണ് കണ്ണൂർ ജില്ലയിലെ. അതിനായിട്ടൊരു ഡെപ്യൂട്ടി കലക്ടറുണ്ട് ശ്രുതി മാഡം. ഇതിന്റെ സംവിധാനത്തിലെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നഗരസഭയിലാണെങ്കിൽ അവരെല്ലാം വിളിച്ചു. അവര് വണ്ടി വിടുന്നുണ്ട്. കലക്ടറും SP ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും സംഭവ സ്ഥലത്ത് എത്തുന്നുണ്ട്. അവരൊക്കെ പറയുന്നു വണ്ടി വിടുന്നുണ്ട്, ഞങ്ങൾ സംവിധാനം ആക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തീയോട് പറഞ്ഞിട്ട് കാര്യമില്ല. തീ ഇങ്ങനെ ആളി പടരുകയാണ്, ഒരു കടയിൽ നിന്ന് മറ്റേ കടയിലേക്ക്. മട്ടന്നൂരിൽ നിന്ന് വന്ന എയർപോർട്ടിൽ നിന്ന് വന്ന ഫയർഫോഴ്സിന്റെ വാഹനം ഇല്ലായിരുന്നുവെങ്കിൽ. റിയാസ് ഭായ്, നമ്മുടെ മൊത്തം എത്ര പേർക്ക് അവിടെ തൊഴിൽ രഹിതരായിട്ടുണ്ടാവും? എത്ര കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടാവും? എത്ര വ്യാപാര സ്ഥാപനങ്ങൾ ആ രീതിയിൽ ഇപ്പോൾ നിരാലംബരായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്? 40ഓളം സ്ഥാപനങ്ങൾ ആ കെട്ടിടത്തിലുണ്ട്. ഈ 40ഓളം സ്ഥാപനങ്ങൾ 101, ഞാൻ പറഞ്ഞു നേരത്തെ, 100 സംഭവിച്ചിട്ടുണ്ട്. കോടികൾ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. ശരിക്ക് അവിടെയുള്ള സംരംഭകർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനം നടത്തുന്ന ആളെന്ന് പറയുന്ന ഒരാളല്ല. അവർക്ക് 1ഉം 2ഉം പാർട്ട്ണർമാരുണ്ട്. ഒന്നുകിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വിദേശത്തുള്ള ആളാവാം, അതുപോലെ തന്നെ ബന്ധുക്കളാവാം, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക റിട്ടയർമെൻറ്റ് നടത്തിയ ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഓരോ സ്ഥാപനത്തിലും ഒറ്റയ്ക്ക് നടത്തുന്ന ആളുകളില്ല. കാരണം അത് പട്ടണത്തിൻ്റെ ഏറ്റവും മധ്യത്തിലുള്ളൊരു സ്ഥലമാണ്. അവിടെ വാടക ആയാലും കെട്ടിടത്തിൻ്റെ കാര്യങ്ങളായാലും ചെലവിൻ്റെ കാര്യങ്ങളായാലും എല്ലാം അതിഭീമമാണ്.
നമ്മളിപ്പോൾ ഇതിന് നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റില്ല. ഞങ്ങൾ അന്ന് പറഞ്ഞ പോലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഒരു മനുഷ്യായുസിൻ്റെ അല്ലെങ്കിൽ ഒരു പുരുഷായുസിൻ്റെ ഭൂരിഭാഗവും തൊഴിലാളികളും വ്യാപാരികളും കെട്ടിട ഉടമകളും അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രതീക്ഷയിലൂടെ മുന്നോട്ട് പോകുന്ന ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളത് അതിനൊരു വില ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാനേ പറ്റില്ല. പക്ഷേ നമ്മൾക്കറിയാം നമ്മൾ ഇന്ന സാഹചര്യത്തിൽ ആ രീതിയിലുള്ള കെട്ടിടം പണിതു അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളെ വീണ്ടും പുനഃസ്ഥാപിച്ച് ആ രീതിയിലുള്ള പുതിയ സംവിധാനത്തോടു കൂടി വരണമെങ്കിൽ എന്തായാലും 50 കോടി ഉറുപ്പിയുടെ മേലെ എന്തായാലും വേണം. നമ്മൾ കെട്ടിടം 50 കോടി വരുള്ളൂ. കെട്ടിട അടക്കം ചെയ്യണമെങ്കിൽ ആ രീതിയിലേക്ക് വന്ന് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര നമുക്ക് തൊഴിൽ രഹിതരായിട്ടുണ്ട്? എത്ര തൊഴിൽ രഹിതരായിട്ട് പ്രത്യക്ഷത്തിൽ നമ്മൾക്കൊരു 200ഓളം ആളുകളെ ഉണ്ടെങ്കിൽ പോലും അതായത് ഈ കെട്ടിടത്തിന് ആനുപാതികമായിട്ട് ഒരുപാട് തൊഴിലാളികൾ പുറത്തുണ്ട്. കാരണം പ്രത്യക്ഷവും പരോക്ഷവും പരോക്ഷമായിട്ടുള്ള ആളുകളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സംരംഭകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംരംഭകർ പലരും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഒരു ഷോപ്പിന് 3 ഉണ്ടാവും, 2 ഉണ്ടാവും, 4 ആളുകളുണ്ടാവും, ഒറ്റൊരാൾ നടത്തുന്നുണ്ടാവും. 120ഓളം ഇൻവെസ്റ്റ്, അതായത് 120ഓളം ഈ പറഞ്ഞ സംരംഭകരുണ്ട്. അതുപോലെ ഏകദേശം 300ഓളം എന്താണ് ഈ പറഞ്ഞ രീതിയിൽ 400 കുടുംബത്തിന് ഉള്ള ഒരു വലിയ ആഘാതമായിട്ടാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ പട്ടണത്തിൽ തീപിടിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അതിഭീകരമായി കോടിക്കണക്കിന് രൂപയുടെ ഒരു തീപിടുത്തമാണ് നമ്മുടെ തളിപ്പറമ്പ് പട്ടണത്തിൽ മുതുകുട് ഓയിൽ മിൽ നടത്തിയത്. അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകളും നമ്മൾ ഒരുമിച്ച് സർക്കാരും അതുപോലെ തന്നെ അവിടുത്തെ നിയമ സംവിധാനവും KSEB എല്ലാം ശ്രമിച്ച് നമ്മൾക്ക് അന്ന് ഈ തീപിടുത്തം കഴിഞ്ഞിട്ട് അതും ഇതുപോലെയായിരുന്നു. പുലർച്ചെ കത്തുന്നു, നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന കോടിക്കണക്കിന് കത്തി നശിക്കുകയാണ്. ഈ കത്തി നശിക്കുന്ന സമയത്ത് പറയുന്നത് ഈ കത്തി അതിലേക്ക് എത്തുകയാണ്. കത്തി നശിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ട്, 24 മണിക്കൂർ കൊണ്ട് ഈ സ്ഥാപനം തുറക്കണം എന്നുള്ളത്. അന്ന് ഉടൻ തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട്, KSEBിനെ കാണുന്നുണ്ട്, റവന്യൂവിൻ്റെ ആളുകളെ കാണുന്നുണ്ട്, അന്ന് ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഷടപട പിറ്റേന്ന് 24 മണിക്കൂറാണ് തുറന്നു. ഇപ്പം നമ്മൾക്കറിയാം പട്ടണത്തിൽ ഏറ്റവും ഇത്രയും ആളുകളുടെ എന്താ പറയുക ഉപജീവനമില്ലാതെ നിൽക്കുന്നു. ഇത്രയും ആളുകൾ വലിയ ആശങ്കയിലാണ്. ഇത്രയും ആളുകൾ കേരളം തന്നെ ഞെട്ടിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് ബിൽഡപ്പ് ചെയ്യാനുള്ള എന്താ പറയുക കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത് ഇവിടെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടികളായാലും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്. പക്ഷേ വലിയ സന്തോഷം എന്ന് പറയുന്നത് 9-ാം തീയതി ഈ ഒരു സംഭവം നടന്നതിന് ശേഷം 10-ാം തീയതി അന്ന് രാത്രി തന്നെ നമ്മുടെ ഏകോപന സമിതിയുടെ നേതാക്കന്മാർ ആളുകളൊക്കെ വന്നു. പിറ്റേന്ന് രാവിലെ 10-ാം തീയതി രാവിലെ 11 മണിക്ക് വെള്ളിയാഴ്ചയാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് ചേർന്നു ഒരു തുക നമ്മുടെ 2 കോടി രൂപ പാസ്സാക്കി. ഉടൻ തന്നെ MLA വലിയ അതായത് തിരുവനന്തപുരം നടക്കുന്ന വലിയൊരു മീറ്റിംഗ് ക്യാൻസലാക്കി അദ്ദേഹം ഫ്ലൈറ്റിലാണ് വന്നത്. നമുക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം MLA ഉച്ചയ്ക്ക് 2 മണിക്ക് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ കത്തിയമർന്ന കച്ചവട സ്ഥാപനങ്ങളുടെ ആളുകളൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വിഷയം അവതരിപ്പിക്കണമല്ലോ. നമുക്കറിയാം നമുക്ക് ഇങ്ങനെ വലിയ ആഘാതം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പറഞ്ഞ് ഞങ്ങൾ സ്വരൂപിച്ചിട്ടൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾക്കറിയാം നമ്മുടെ കൈപ്പടിയിൽ ഒതുങ്ങുന്നതല്ല. അതിനൊരു നല്ല പാക്കേജ് കേരളത്തിൽ ഏത് ഗവൺമെൻറ് ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരണം എന്നുള്ള ആവശ്യമാണ്. പക്ഷേ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ബഹുമാന്യായ MP ഗോവിന്ദൻ MLA അന്ന് പ്രഖ്യാപനം നടത്തിയത് ഞങ്ങളുടെ മനസ്സിലുള്ളത് അദ്ദേഹം പറഞ്ഞതൊന്നുമില്ല. അദ്ദേഹം തുടക്കത്തിൽ ഞങ്ങളിങ്ങനെ എന്താണ് അവതരിപ്പിക്കേണ്ടത് നമുക്കറിയാമല്ലോ. നമ്മളൊരു ഭരണസമിതിയിൽ ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കണം, എന്നാലേ നമുക്ക് അതിന് ആനുകൂല്യം കിട്ടും. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം MLA ഈ പറഞ്ഞ എല്ലാ കക്ഷി രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ഒന്ന് പറഞ്ഞു. ഞങ്ങളവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപകടം നടന്നു, അതിനെക്കുറിച്ച് ചികഞ്ഞ് അന്വേഷിച്ചിട്ട് കാര്യമില്ല. അതിലൊരുപാട് അപാകതകളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവാം. അത് മാറ്റിവെച്ച് ഇതിന് സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ട് പറയാതെ ഉദ്യോഗസ്ഥരാവട്ടെ, ഇനി അതിൻ്റെ ബിൽഡിംഗ് ഓണർമാരാവട്ടെ, വ്യാപാരം അറിയാമല്ലോ, നമ്മൾ ബിൽഡിംഗ് ഓണർമാരും എല്ലാവർക്കും ഉള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. 2 സർക്കാരിൻ്റെ പാക്കേജ് അത് CMനെ തലേന്ന് തന്നെ ഇൻഫോം ചെയ്തു, അത് ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസം ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നു. പിന്നീട് നടന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ക്ലീൻ ചെയ്യാനുള്ള വിഷയങ്ങളായാലും അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മുനിസിപ്പൽ കൗൺസിൽ അടിയന്തരമായി ചേർന്നിട്ട് ഇതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു കെട്ടിടത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ആ കെട്ടിടം ബലവത്താണോ അതിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിൽ പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും ചില ഉദ്യോഗസ്ഥന്മാർ മർക്കട മുഷിയിലൂടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഈ സംഘടന ഞങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരത്തെ മനോഹരമായിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ക്രയവിക്രയങ്ങളും റൂൾസും പറഞ്ഞുകൊണ്ട് നമ്മൾ ദീർഘിക്കും. ആരാണ് ഗിരീഷ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണത്തിൽ അവർ ആരാണ്? രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ, പെട്ടെന്ന് തിരിച്ചറിയാം. അവർക്ക് പരിമിതി ഉണ്ടാവും അത് പറയാൻ. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പരിമിതിയില്ല. ആരാണ് അവർ? ഞങ്ങൾക്കറിയാം അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ നമുക്ക് തടസ്സമൊന്നുമായിട്ട് നമുക്കറിയില്ല. ഈ വ്യാപാരി നേതാവ് വെറുതെ പറയുന്നത് അല്ല, അത് ആരാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമല്ലോ. അല്ല, ഞാൻ പറയാം. അതിനകത്തുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നഗരസഭയുടെ ചീഫ് നഗരസഭാ സെക്രട്ടറിയാണ്. വ്യക്തി ആരും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല.
നഗരസഭാ ആ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന ആ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. Yes. ഈ ഇതിന്റെ ഏറ്റവും വലിയ ഇപ്പൊ നടന്നു കഴിഞ്ഞതിനെ പറ്റി പിന്നീട് ചർച്ച ചെയ്യുന്നു. ഈ മാലിന്യങ്ങൾ അതിനകത്ത് മാലിന്യം ഇപ്പോഴും അവിടെ തന്നെ കിടക്കേ. മാലിന്യങ്ങൾ ഒരു കുറച്ചിപ്പോഴും ഉണ്ട്. പിന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി വ്യാഴാഴ്ച സംഭവം നടന്നിട്ട് ഞായറാഴ്ച അതിനിടത്ത് ചേർന്ന പിന്നെ കൗൺസിൽ യോഗത്തിൽ പറയുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇത് നീക്കണമെന്ന്. MP ഗോവിന്ദ മാഷ് MLA യുടെ യോഗത്തിൽ തീരുമാനം എടുക്കുന്നുണ്ട് പെട്ടെന്ന് നീക്കാൻ വേണ്ടി. അങ്ങനെ ഞായറാഴ്ച ഒരു നഗരസഭക്കോ സർക്കാരിനോ 1 രൂപയുടെ ചെലവ് വരാതെ സന്നദ്ധ സംഘടനകൾക്ക് നീക്കാൻ തയ്യാറായി. സന്നദ്ധ സംഘടനകൾ എന്ന് പറഞ്ഞാൽ DYFന്റെ യൂത്ത് ബ്രിഗേഡ് ഉണ്ട്, അതുപോലെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് ഉണ്ട്, SYSന്റെ സ്വാതന്ത്ര്യമുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ യൂത്ത് കെയർ ഉണ്ട്, BJPയുടെ സേവാഭാരതി ഉണ്ട്, വ്യാപാരി വ്യവസായ കോൺഗ്രസ് സമിതി അതിന്റെ മുഴുവൻ ചെലവും വഹിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വന്ന സമയത്താണ് തളിപ്പറമ്പ് നഗരസഭാ സെക്രട്ടറി ജില്ലാ കലക്ടർക്ക് പരാതി കൊടുക്കുന്നത്, ഒരു കാരണവശാലും ഇത് നീക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തളിപ്പറമ്പ് പോലീസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മാധ്യമങ്ങളെയും അറിയിക്കുന്നു അവിടെ പിന്നെ മാലിന്യം നീക്കൽ നടക്കൂല. ആ മാലിന്യം പിന്നീട് അതിൻ്റെ അകത്തുള്ള രാജധാനി സൂപ്പർ മാർക്കറ്റിലെ പിന്നെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മഴ പിന്നെ വെള്ളം ഒഴിച്ചതിന്റെ ഫലമായിട്ട് പിന്നെ ചീത്തയായി. അതിൻ്റെ അകത്തുനിന്ന് പുഴു അരിക്കാൻ തുടങ്ങി, ഈച്ചയാക്കാൻ തുടങ്ങി. ഞായർ കഴിഞ്ഞു, തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധൻ വരുന്നതോട് കൂടിയിട്ട് മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ വന്നു. അപ്പോഴും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കടുംപിടുത്തത്തിൽ നഗരസഭയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പിടിച്ചു നിൽക്കുമായിരുന്നു. മാറ്റാൻ പറ്റൂല. അതിന് പല നിയമങ്ങളുണ്ട്. ഇത് മാലിന്യങ്ങൾ വേർതിരിക്കണം, ഓരോ മാലിന്യവും വേർതിരിച്ച് പ്രത്യേക രീതിയിൽ, അങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സിസ്റ്റം. പക്ഷെ ഒരു കെട്ടിടത്തിലെ മുഴുവൻ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനെടുക്കുന്ന വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മാറ്റി തരംതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത് കത്തിന്, അത് വേറൊരു കാര്യം. പക്ഷെ ഇതൊരിക്കലും തരംതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പിന്നെ പലരും പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കിട്ടി നഗരസഭയ്ക്ക്, പിന്നെ അവിടെ ആ സ്ഥലം പിന്നെ രഹസ്യമാക്കി വെക്കണം, കാരണം ഇല്ലെങ്കിൽ അവിടെ പ്രക്ഷോഭമുള്ളതുകൊണ്ട് മാധ്യമങ്ങളൊന്നും ആ സ്ഥലം ഏതാണെന്ന് പറഞ്ഞില്ല. അവിടത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴും ഈ സാങ്കേതികത്വം പറഞ്ഞിട്ട് നിർത്തും. അവസാനം ഈ പുഴുവരിച്ച് നഗരത്തിൽ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവുന്ന കണ്ടപ്പോഴാണ് വീണ്ടും ജില്ലാ ഭരണകൂടം ഇടപെടുന്നത്. DMO വ്യാപാരി വ്യവസായ കൗൺസിലിന്റെ പ്രസിഡന്റ് KS റിയാസ് അടക്കം പോയി കണ്ട് അവരുടെ സാന്നിധ്യത്തിൽ വിളിച്ച് കർശന നിർദ്ദേശം നൽകുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഇത് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നടപടി എടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞപ്പോഴാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ പിടിവാശി ഉപേക്ഷിച്ച് നേരത്തെ ഈ ഞായറാഴ്ച നീക്കം ചെയ്യാന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനകള് ഒരു രാത്രി കൊണ്ട് നേരം പുലരുമ്പോഴേക്ക് ഇത് മുഴുവൻ നീക്കം ചെയ്തു. ഇപ്പോഴെന്താണ്, അവിടെ ഒരു മുറിയിൽ ഈ മാലിന്യത്തിന്റെ ഒരു 2 ലോഡ് മാലിന്യം ഒരു മുറിയിൽ സൂക്ഷിച്ചിട്ട് പച്ച തുണിയിൽ മറ്റേ അപകടം എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇതേ കെട്ടിടത്തിൽ അവിടെ ഉണ്ട്. എന്നിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അപകടം സൂക്ഷിക്കുക എന്നും പറഞ്ഞിട്ട്. ഈ കത്തിയ മാലിന്യം ബാക്കി വന്നതാണ്. അല്ല, അന്ന് മുഴുവൻ മാലിന്യം മാറ്റുന്ന സമയത്ത് 1 ലോഡ് മാലിന്യം അവിടെ വെക്കണമെന്ന് അവിടെ വന്നിട്ട് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. അത് 2 ആഴ്ചയായി. സംഭവം നടന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ മാലിന്യം അവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞില്ല. അത് ഒരു കെട്ടിടത്തിൽ ഒരു വ്യാപാരിയുടെ ഒരു റൂമാണ്, അയാൾക്ക് കച്ചവടം നടത്തേണ്ടതാണ്. ഇത്തരം എന്താ പറയുക നിരുത്തരവാദപരമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം. നസീറെ, ആരാണ് ഈ സെക്രട്ടറി? ആരാണ് ഇയാൾക്ക് ഇത്ര അധികാരം കൊടുത്തത്? എന്താണ് അയാളുടെ ധൈര്യത്തിന് പിന്നിൽ? തീപിടുത്തവുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പ് നഗരസഭാ ഭരണസമിതി വളരെ കാര്യക്ഷമമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഭരണസമിതിയുടെ ഭാഗമല്ലേ സെക്രട്ടറി? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറഞ്ഞു വരാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9-ാം തീയതി തീപിടുത്തമുണ്ടായി. അന്ന് തന്നെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മുഴുവൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 10-ാം തീയതി രാവിലെ തന്നെ അവിടെ എത്തി. പിന്നീട് വൈകുന്നേരം MLAയുടെ മീറ്റിംഗ് നടന്നു. MLAയുടെ മീറ്റിങ്ങിന് ശേഷം MLA പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഒരു മാനദണ്ഡവും ഒരു സാങ്കേതികത്വം എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ വിഷയത്തിൽ നോക്കരുത്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, വ്യാപാരികളോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നഗരസഭ എന്ത് ചെയ്തിട്ടുണ്ട്, DMO മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തൊട്ട് പിറ്റേ ദിവസം 12-ാം തീയതി എന്ത് ചെയ്യുക, നമുക്കിത് ക്ലീൻ ചെയ്യാൻ തയ്യാറാണ് എന്ന രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ വളണ്ടിയേഴ്സ് വിങ് ഒക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആരോ എന്തോ നിലവിലുള്ള സെക്രട്ടറിയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം
നസീറെ, ആരോ എന്തോ ഒരു ഭരണ സംവിധാനത്തിൽ ഒരു സെക്രട്ടറിയെ ഭരണകക്ഷി ഇല്ലേ? നിങ്ങൾ ഭരിക്കുന്നില്ല അയാളെ? യെസ് ഉണ്ട്. ആ അവസാന വാക്ക് ഭരണസമിതി അല്ലേ? ആരോ എന്തെങ്കിലും പറഞ്ഞ കേൾക്കുന്ന ഒരാൾ അതാണ് ഞാൻ പറഞ്ഞു വരാം. ആ സെക്രട്ടറി ആ ദിവസം ലീവിലായിരുന്നു. പക്ഷേ ചാർജ് കൊടുത്ത ഉദ്യോഗസ്ഥർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് 13-ാം തീയതി എന്ത് ചെയ്യുന്നത്, ഭരണസമിതി അടിയന്തര കൗൺസിൽ വിളിക്കുന്നത്. അടിയന്തര കൗൺസിൽ വിളിച്ചിട്ട് ചേർത്തിട്ട് എന്താ പറയുന്നത്, 14-ാം തീയതിക്ക് എന്ത് ചെയ്യണം, ഇന്ന് രാത്രി എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിരിക്കണം എന്നുള്ള തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി അന്നേരം ഉണ്ട്. ഇപ്പൊ ലീവിലാണ്. അല്ല, അയാളെ നിങ്ങൾ കാരണം നിങ്ങൾ പറയേണ്ടത് ഈ മനോഹരൻ പറഞ്ഞ പോലെ മുഴുവൻ സന്നദ്ധ സംഘടനകൾ, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ, നഗരസഭ എല്ലാവരും തീരുമാനിച്ചതിന് വിരുദ്ധമായ ഒരു സെക്രട്ടറി ആരോ പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാളെ കസേരയിലിരിക്കാൻ യോഗ്യനാണോ? അല്ല, അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് നിങ്ങൾ ആദ്യം ശുപാർശ ചെയ്തോ? അത് കൗൺസിൽ ശുപാർശ ചെയ്തോ? തന്നെ വിളിച്ചു ചേർക്കും. അതിനനുസരിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. അയാളെ നീക്കം ചെയ്യേണ്ട ആളല്ലേ? അയാളെ നീക്കം ചെയ്യേണ്ട ആളല്ലേ? ആ കസേരയിലിരിക്കാൻ യോഗ്യനാണോ? യോഗ്യനല്ല. ആരായിരിക്കും അയാൾ അങ്ങനെ ട്യൂൺ ചെയ്തിട്ടുണ്ട്? അതാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് അദൃശ്യകരങ്ങൾ? അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഗിരീഷ് അങ്ങനെ ഒരു അദൃശ്യകരങ്ങൾ ഉണ്ടെങ്കിൽ? താങ്കൾ അവിടുത്തെ പൊതുപ്രവർത്തകനല്ലേ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആരാണ് ഇത്ര വലിയൊരു മാഫിയ കിങ് അവിടെ? 9-ാം തീയതി സംഭവം നടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് സെക്രട്ടറി ഒരു പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയായിരുന്നു ലീവെടുത്തിട്ട്, ഫാമിലിയാണ്. അതിനുശേഷം ഈ 9-ാം തീയതി സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥലത്ത് എത്തിയില്ല. അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയതാണ്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം അയാൾ യാത്ര മതിയാക്കി തിരിച്ചു വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടപ്പെട്ടിട്ടായിരുന്നു. സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നത് 13-ാം തീയതിയാണ്. 13-ാം തീയതിയാണ് നമ്മൾ അടിയന്തര കൗൺസിൽ യോഗം ചെയ്തത്. 9-ാം തീയതി ഈ സംഭവം നടന്നതിന് ശേഷം തൊട്ട് പിറ്റേ ദിവസം തന്നെ അടിയന്തര കൗൺസിൽ ചേരേണ്ടതായിരുന്നു. പക്ഷെ ഭരണസമിതി പോലും ഇല്ലാത്ത ഒരു അന്താളിച്ച് നിൽക്കുന്ന സമിതി സ്വീകരിച്ചു. പിന്നീട് വരുന്നത് 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് അടിയന്തര കൗൺസിൽ യോഗം ചേരുന്നത്. ആ കൗൺസിൽ യോഗത്തിനകത്താണ് കൗൺസിൽ യോഗം ചേരുന്നത്. പ്രതിപക്ഷ കക്ഷി നേതാവ് ശ്രീമതി ഒ സുഭാഗ്യൻ ചെയർപേഴ്സൺ അടിയന്തരമായി കൗൺസിലിൽ വിളിച്ചു ചേർക്കുന്നതിനോട് കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുന്നത്. ആ കൗൺസിൽ യോഗത്തിലാണ് ഇതിൻ്റെ ദുരന്ത നിവാരണം, അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം നഗരസഭ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുന്നു. ഞാൻ മനസ്സിലാക്കിയതോളം ഇപ്പോൾ സെക്രട്ടറിയെ സംബന്ധിച്ച് പറഞ്ഞു, ഒരു സെക്രട്ടറി എന്ന് പറയുന്നത് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയുടെ ചീഫാണ്. സ്വാഭാവികമായിട്ടും ദുരന്ത നിവാരണ സേനയുടെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി നോഡൽ ഓഫീസറും കൂടിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും ഞാൻ ഇതുവരെ സത്യത്തിൽ ഈ ഇത് പറഞ്ഞ പോലെ സെക്രട്ടറിയുടെ ഭാഗത്ത് എന്തെങ്കിലും അലംഭാവം വന്നു എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് പരിശോധിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട DYSP തളിപ്പറമ്പ് DYSP അവരെ ഓഫീസിലേക്കൊന്ന് വിളിച്ചായിരുന്നു. അവിടെ വിളിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു, നിസാർ കൗൺസിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവരെ പറഞ്ഞത് സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കും ചില തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇയാളെന്തോ ഇത് ബോധപൂർവ്വം വൈകിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ. പക്ഷേ സെക്രട്ടറിയെ ഞാൻ വിളിച്ചു വരുത്തി ഇത് സംബന്ധിച്ച്, ഈ നടപടി സംബന്ധിച്ച് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയമപരമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിലെ ഓഫീസർമാർ നിർദ്ദേശം വരണം. അത് സംബന്ധിച്ച് എല്ലാ ഓഫീസ് തലത്തിലേക്കും നഗരസഭാ സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫോറൻസിക് വിഭാഗം, DMO, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് തുടങ്ങി ശുചിത്വ മിഷൻ, ഇങ്ങനെ എല്ലാ സംവിധാനത്തിലും RDO, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനത്തിലും തുടക്കത്തിൽ തന്നെ 2 ദിവസം കൊണ്ട് തന്നെ ഈ സംഭവം നടന്ന് 2 ദിവസം തന്നെ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വകുപ്പ് തലത്തിലേക്കും ഇതിന് കത്ത് കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറി ഒറ്റക്ക് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമല്ല. സ്വാഭാവികമായിട്ടും ഞാൻ പിന്നീടാണ് അത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ഇതിൻ്റെ എല്ലാം റിപ്പോർട്ട് വേണം. പക്ഷേ ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് നഗരസഭയ്ക്ക് വരില്ല, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ റിപ്പോർട്ട് നഗരസഭയ്ക്ക് വരില്ല. ഈ റിപ്പോർട്ട് പോലീസ് മുഖാന്തരമാണ് വരുന്നത്. അവസാനം 15-ാം തീയതിയാണ് ഇതിൻ്റെ പൂർണ്ണമായ ക്ലീനിങ് നമ്മൾ നടക്കുന്നത്. 15-ാം തീയതിക്ക് ഉച്ചയ്ക്ക് വളണ്ടിയേഴ്സിനെ ഉൾപ്പെടെ ഈ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ തളിപ്പറമ്പ് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത് അവർക്ക് നിർദ്ദേശം കൊടുക്കാനും അവരെ മെഡിക്കൽ നടത്താനും എല്ലാ സംവിധാനവും നടക്കുന്ന സന്ദർഭത്തിലാണ് സത്യത്തിൽ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ബോർഡിൻ്റെ ഈ അനുമതി വരുന്നത്. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാവുന്നതാണ് എന്നത്. അതിനുശേഷമാണ് അന്നേ ദിവസം
വൈകുന്നേരത്തോടുകൂടി ഈ മാലിന്യങ്ങൾ നീക്കാൻ തുടങ്ങുന്നത്. സാധാരണ പോലുള്ള മാലിന്യങ്ങളല്ല ഇത്. ഇത് ഒരുപാട് കെമിക്കൽസ് ഉള്ളതാണ്. മാത്രമല്ല ഇതിപ്പോൾ 2-3 ദിവസം അത് അതേപോലെ നിന്ന് കഴിഞ്ഞാൽ മറ്റാരോഗ്യ പ്രശ്നമില്ല. പക്ഷെ പിന്നീട് അത് മാറ്റുമ്പോൾ അതിനകത്ത് പൊടി കാര്യങ്ങളെല്ലാം ശ്വസിക്കാനിട വന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത. ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി ഈ കാര്യം സെക്രട്ടറി നിയമപരമായ കടലാസുകൾ സെക്രട്ടറി മുൻകൈ എടുത്ത് ഇതിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി, സമ്മർദ്ദത്തിന് വഴങ്ങി സെക്രട്ടറി ഇതിനകത്ത് എന്തെങ്കിലും ഒരു മുൻകൈ എടുത്ത് നാളെ തന്നെ അത് മാറ്റാനുള്ള സംവിധാനം ആക്കി കഴിഞ്ഞാൽ മറ്റേതെങ്കിലും നിയമപരമായ പ്രശ്നം വന്നാൽ സെക്രട്ടറിക്കാണ് അത് ബാധിക്കും. അപ്പൊ നസീർ ഒരു മറുപടി പറഞ്ഞു, ആരാണ് ഈ അദൃശ്യ കരം എന്ന് താങ്കൾക്ക് തോന്നാനുള്ള അല്ല, കാരണം? അതായത് ഇപ്പോൾ ഗിരീഷ് കൗൺസിലർ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. സെക്രട്ടറിയോട് മീറ്റിംഗ് ചേരാൻ വേണ്ടിയിട്ട് നഗരഭരണാധികാരികൾ പറയുമ്പോഴും സെക്രട്ടറി ചാർജ് കൊടുത്താക്കുന്നില്ല, പൂർണ്ണമായിട്ടും കൗൺസിൽ വിളിച്ചു ചേർക്കേണ്ട അധികാരം കൊടുത്തിട്ടില്ല. അപ്പം എങ്ങനെയാണ് കൗൺസിൽ വിളിച്ചു ചേർക്കുക? കൗൺസിൽ വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് ചാർജ് കൊടുത്ത സെക്രട്ടറിയോട് പറയുമ്പോൾ എന്താണ് പറയുന്നത്? സൂപ്രണ്ടിനോട് പറയുമ്പോൾ പറയുന്നത് എനിക്ക് കൗൺസിൽ വിളിച്ചു ചേർക്കാനുള്ള അധികാരം തന്നിട്ടില്ല, ഭാഗികമായ അധികാരം കൊടുത്തിട്ടില്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, 13-ാം തീയതി വരെ 11ഉം 12ഉം സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ആണ്. അപ്പൊ അവിടെ ഒരിക്കലും സെക്രട്ടറി അങ്ങനെ ഒരു സാധ്യത ആയിട്ടില്ല. അല്ല, ചെയർപേഴ്സൺ ഒരു അധികാരമുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ അവസാന വാക്ക് അവര് തന്നെ. അവർക്ക് അതിനെ മറികടന്നുകൊണ്ട് യോഗം വിളിക്കാനുള്ള അധികാരമുള്ള ഒരു പോസ്റ്റാണല്ലോ അത്. അല്ല, അവിടെ ഇത് നേരത്തെ ഗിരീഷ് കൗൺസിലർ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിന്റെ നിയമവശങ്ങളും കൂടി ഉണ്ടല്ലോ. വിളിക്കണമെങ്കിൽ അദൃശ്യകരം ആരായിരിക്കും? അല്ല, അതാണ് പരിശോധിച്ച് വരുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ഒരു അദൃശ്യകരവും ഇല്ല, നിയമപരമായ നടപടിക്രമങ്ങളാണ് സെക്രട്ടറി. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടേ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചുരൽമല ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ അവിടെ ഈ പറയപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടൊന്നല്ല രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പൊ അത്രമാത്രം ഒരു പ്രയാസവും പ്രതിസന്ധിയും തളിപ്പറമ്പിൽ വന്നപ്പോൾ നമ്മുടെ MLA തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തേ ഒരു സാങ്കേതികത്വവും എന്ത് ചെയ്യരുത്, നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞാൽ കുറെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നേരത്തെ ഇത് ചെയ്യാമായിരുന്നു. ആ ചെയ്യുന്നതിന് പകരം സെക്രട്ടറി ചെയ്തത് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചിട്ടേ ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് സമയം ഇങ്ങനെ എന്ത് ചെയ്യാണ്, വൈകി പോകുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഈ പറയപ്പെട്ട രീതിയിൽ ഞങ്ങൾ ഈ സെക്രട്ടറിയുമായിട്ടും ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഇത് മുഴുവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യേണ്ട, ഇടപെടേണ്ടതില്ല എന്ന രീതിയിലാണ് എന്ത് ചെയ്തത് സെക്രട്ടറി സമീപനം സ്വീകരിച്ചത്. മനോഹരേട്ടൻ, പത്രമാധ്യമ സുഹൃത്ത് മനോഹരേട്ടൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ടൈപ്പില്ല എന്നൊന്നുമില്ല. ഭരണസമിതിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം നടപ്പിലാക്കേണ്ടത് സെക്രട്ടറി തന്നെയാണ്. അവിടെയാണ് ആരോ സെക്രട്ടറി എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, മറ്റൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണസമിതിയെ മോശമാക്കാൻ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. സമാനമായൊരു തീപിടുത്തം പയ്യന്നൂർ നഗരസഭയിലുണ്ടായിരുന്നു. 3 നില കെട്ടിടം, ഇതുപോലെ 3 നില കെട്ടിടമാണ്. ഷോപ്ലിക്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് കത്തിയായിരുന്നു. ഈ ദുരന്ത നിവാരണ നിയമവും ഇത് കേരളത്തിൽ മൊത്തം ബാധകമാണ്. 42 മണിക്കൂർ കൊണ്ട് 40ഓളം ലോഡ് മാലിന്യം പയ്യന്നൂർ നഗരസഭയുടെയും പയ്യന്നൂർ MLA-യുടെയും ഈ സ്ഥാപന ഉടമകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണത്തോടെ നീക്കം ചെയ്യുന്നതിന് ദുരന്ത നിയമമെല്ലാം അവിടെയുണ്ട്. ഇവിടെ തളിപ്പറമ്പിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ MLA എന്ന് പറയുന്നത് ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഒന്നാമനാണ്. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഈ തളിപ്പറമ്പ് നഗരം അന്ന് കത്തിച്ചാമ്പലാവുമായിരുന്നു. മട്ടന്നൂർ എയർപോർട്ടിലെ ഫയർഫോഴ്സിന്റെ വാഹനം നവാസിന് അടക്കം അറിയാലോ, അത് ലഭ്യമാകണമെങ്കിൽ ഉന്നത ഇടപെടൽ വേണം. തിരുവനന്തപുരത്ത് നിന്നും ആ രാത്രിയിൽ CM-മായി ബന്ധപ്പെട്ട് ഗോവിന്ദ മാസ്റ്റർ നടത്തിയ ഒരു അത്ഭുതപൂർവമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇവിടത്തേക്ക് വന്നിന്. അവിടെ ദുരന്ത നിവാരണം എല്ലാം അങ്ങനെ മാറ്റിവെച്ചിന്, എല്ലാ നിയമവും മാറ്റിവെച്ചിന്. എയർപോർട്ട് അതോറിറ്റിയുടെ പെർമിഷൻ ഒന്നും ഇല്ലാതാണ് ആ വാഹനം വരുന്നത്. അതുപോലെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിന്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും നിയമം നോക്കണ്ട. ഇത് പറയുമ്പോൾ അദ്ദേഹം ആരോടാ പറയുന്നത്, ഇതുപോലെ കസേരയിൽ തൊട്ടുമുട്ടിയിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ്
ഡെപ്യൂട്ടി കളക്ടർ ശ്രുതി മാഡത്തിനോടാണ് പറയുന്നത്. അവരത് സമ്മതിക്കുന്നത്. അപ്പൊ ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്, അതിനേക്കാൾ മുകളിലാണ് സെക്രട്ടറി. അതിനേക്കാൾ മുകളിൽ എന്ത് നിയമമാണ്? പിന്നെ എന്റെ ചോദ്യം, ഇവര് പറയുന്ന ദുരന്ത നിവാരണ പ്രകാരമാണോ ഈ മാലിന്യ നീക്കിന്? ഞാനും ഗിരീഷനും നസീറും റിയാസും ഒക്കെ കണ്ടതാണ്. അന്ന് ഞങ്ങളൊരു ടിപ്പറിൽ രാത്രിയിൽ ഈ സാധനം മുഴുവൻ എടുത്തിട്ട് തളിപ്പറമ്പിന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കൽപ്പണയിൽ കൊണ്ടുപോയിട്ട് ഇട്ട് മണ്ണ് മൂടുവായതിന്. അല്ലാതെ ഒരു കെമിക്കൽ മാറ്റലും അവിടെ നടന്നിട്ടില്ല. പിന്നെ ആരെ പറ്റിക്കാനാണ് ഇത് പറയുന്നത്? പിന്നെ അതിനുശേഷം എന്നിട്ട് പറഞ്ഞു പരിശോധന നടത്താൻ ഇതിന്റെ എല്ലാം സാമ്പിൾ വേണം, ഒരു മുറിയിൽ ഇത് മുഴുവൻ എടുത്തു വെക്കണമെന്ന്. വെച്ചിട്ട് ശവത്തിന് കാവൽ നിൽക്കുന്ന മാതിരി 14 ദിവസമായി. എവിടെയാ ദുരന്ത നിവാരണം ഉള്ളത്? ഈ സെക്രട്ടറി പറയുന്ന പ്രകാരമാണെങ്കിൽ അത് പിറ്റേ ദിവസം അതാർന്ന് മാറ്റണ്ടേ? അത് മാറ്റാൻ ഇവരെ കൊണ്ടാകുന്നില്ല. എന്ത് നിയമ തടസ്സമുള്ളത്? ഇതെല്ലാം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുള്ള പരിപാടി. ഓരോ ഫയലും മനുഷ്യന്റെ ജീവിതമാണ് എന്ന് പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്ന അധികാരികൾ ഒരു ഫയലിലൂടെ എങ്ങനെ ഒരു മനുഷ്യനെ ജീവിതം കുത്തുവാളെടുപ്പിക്കാൻ കഴിയുന്നുള്ളതാണ് തളിപ്പറമ്പിലെ ദുരന്തത്തിന് ശേഷം നടന്നത്. ദുരന്തം നടക്കുമ്പോൾ എല്ലാവരും ഒരു മനസ്സായിരുന്നു. രാഷ്ട്രീയക്കാര്, വ്യാപാരികള്, മാധ്യമപ്രവർത്തകര്, ഓട്ടോ തൊഴിലാളികള് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് അത് കെടുത്തിയത്. ആ കെടുത്തിയതിന് ശേഷം പരസ്പരം പഴിചാരുന്ന അർത്ഥമില്ല. നിരാലംബരായ ഒരുപാട് വ്യാപാരികളുണ്ട്. അവരുടെ കണ്ണീരൊപ്പണം. ഒരു മനുഷ്യൻ വൃക്ക 2 വൃക്കയും മാറ്റപ്പെട്ട ഒരു തൊഴിലാളി, ഒരു വ്യാപാരി ഉണ്ട് അവിടെ. അയാൾക്ക് മരുന്ന് വാങ്ങാനെങ്കിൽ ആ ഷോപ്പ് തുറക്കണം. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദുരന്തവും നിവാരണവും നിയമവും ഒക്കെ പിന്നെ. റിയാസ്, ഇപ്പൊ ഇത് നിങ്ങൾ ഈ നേതാക്കളും അതുപോലെ തന്നെ ഈ മാധ്യമപ്രവർത്തകരെല്ലാം പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ എവിടെ വരെയായി? വ്യാപാരികൾ മാത്രമല്ല, തൊഴിലാളികളുണ്ട്, ഇതിന് പണം മുടക്കിയവരുണ്ട്, ആ കെട്ടിടമുണ്ട്. ആ കെട്ടിടം പുതുക്കി പണിയാൻ പറ്റുമോ? അത് റിനോവേറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇവരെ പുനരധിവസിപ്പിക്കാൻ ഇനി എന്ത് ചെയ്യും? ഇത് സംബന്ധിച്ച് വ്യാപാരികൾക്കുള്ള ഒരു പ്ലാൻ എന്താണ്? വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഒരു ദുരിതത്തിന് ഇരയായവർ, സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപാരികൾ, തൊഴിലാളികൾ, പരോക്ഷമായിട്ട് കെട്ടിട ഉടമകൾ, അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിലെ ആളുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ നടത്താനോ അല്ലെങ്കിൽ പോസ്റ്റ് മോട്ടം നടത്താനോ നമുക്കില്ല. MLA പറഞ്ഞതുപോലെ, അതായത് ആ ഒരു ഇതാണ്, ആ ഒരു സർക്കാരിന്റെ പാക്കേജ് നമ്മൾക്ക് അത് അനുവദിച്ചു തരണം. നിങ്ങളുടെ നിർദ്ദേശം എന്താണ് ഈ വിഷയത്തിൽ? എന്റെ ചോദ്യം ഇതാണ്. ഒന്ന്, ആ കെട്ടിടത്തിൽ തുടരാൻ പറ്റുമോ? പുതിയ കെട്ടിടം പണിയുമോ? ഇവരെയൊക്കെ പുനരധിവസിക്കാനുള്ള പാക്കേജ് എന്താണ്? തൊഴിലാളികളുടെ അവസ്ഥ എന്താണ്? അവരിപ്പം പട്ടിണിയാണല്ലോ, ഈ കുടുംബങ്ങളൊക്കെ നിരാലംബരാണല്ലോ. നിങ്ങളുടെ പ്ലാൻ എന്താണ് ആ കാര്യത്തിൽ? നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്ലാൻ? നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്ലാന് അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ഇതിന്റെ ക്രമീകരണങ്ങൾ നടത്താം. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന നടത്തിയെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച തീപിടിച്ചിട്ട് ശനിയാഴ്ച അതിനെ പൂർത്തീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ബോധ്യമായത്. അതുപോലെ തന്നെ KSEBയുടെ വന്നു. പിന്നെ അതിൽ ചെറിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അവർ ആ ഇൻസ്പെക്ഷൻ നടത്തി, എല്ലാ ഇൻസ്പെക്ഷനും നടത്തി. ഞാൻ പറഞ്ഞല്ലോ, പയ്യന്നൂര് ഈ പറഞ്ഞ 42 മണിക്കൂറാണെങ്കിൽ തളിപ്പറമ്പ് തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞ 24 മണിക്കൂർ കൊണ്ട് നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളുണ്ട്. ആ ഒരു പ്രതീക്ഷ ഞങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഈ രീതിയിൽ, അതായത് സാങ്കേതികത്വം പറയണ്ട എന്ന് MLA പറഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്തപ്പോൾ, സർക്കാർ സപ്പോർട്ട് ചെയ്തപ്പോൾ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലയും സപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിന്റെ പേരിൽ കളിക്കുകയാണ്. നമ്മൾക്കിപ്പോൾ ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ കെട്ടിടം അതേ നിലയിൽ തന്നെ നമ്മൾക്കറിയാം, അത് വളരെ നല്ല രീതിയിൽ എന്താക്കുക, ആ കെട്ടിടം വീണ്ടും ബലപ്പെടുത്താൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ശ്രമവുമായി ബന്ധപ്പെട്ട് അതിനും ഇൻസ്പെക്ഷൻ വേണമല്ലോ. അത് കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. എന്താ പറയുക, ഒരു തിടുക്കത്തിൽ ഒരു എന്താ പറയുക കൗൺസിൽ വിളിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേടുന്നു. കാരണം എഞ്ചിനീയർമാരും മറ്റും അതുപോലെ തന്നെ ഈ കെട്ടിടം അതിന് രണ്ടാമത് നമ്മൾക്കത് എന്താ പറയുക ബലപ്പെടുത്തിക്കൊണ്ട് അതിൽ വ്യാപാരം ചെയ്യാനും തൊഴിലെടുക്കാനും പറ്റുമോ എന്നുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി സാങ്കേതികമായിട്ട് ബിൽഡിംഗ് ഓണേഴ്സിന്റെ അസോസിയേഷൻ്റെ മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചു. അതുപോലെ തന്നെ അവിടെ പണിയില്ലാതെ ജോലിയില്ലാതെ ഇവിടെ രോഗിയടക്കമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായ ഏകോപന സമിതി തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ ഇടപെട്ടുകൊണ്ട് അവർക്കുള്ള 1 മാസത്തെ കിറ്റുകൾ ഞങ്ങൾ വിതരണം ചെയ്തു. 2 ഞങ്ങളിപ്പോൾ ഈ മാസം കഴിഞ്ഞു ശമ്പളം വാങ്ങിച്ചു. ഇനിയിപ്പോൾ അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുന്നു. ഞങ്ങൾ അന്ന് ഒരു തുക കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. തൊഴിലാളികൾക്ക് ഞങ്ങൾ ശമ്പളം മീൻസ് ഒരു തുക കൊടുക്കാൻ. മുതലാളിമാരുടെ വിഷയങ്ങൾ പറയാം. മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അതിൽ തന്നെയാണ്. ജില്ലാ കമ്മിറ്റി, നമ്മൾ തളിപ്പറമ്പ് അടക്കമുള്ള കമ്മിറ്റി 2 കോടി രൂപ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഞങ്ങൾ പറയുന്നത് ആ ബിൽഡിങ്ങിന്റെ ഇൻസ്പെക്ഷൻ നടത്തി അതിൽ തന്നെ വെക്കണം. കുടിയാന്മാരുമായിട്ട് ജമ്മിമാരുമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. 2 വിഷയങ്ങൾ സംസാരിച്ചു, പരിഹരിച്ചു. അതുപോലെ തന്നെ ആ കെട്ടിടത്തിൽ നമ്മൾക്കറിയാലോ, ഒരു ഉടമ അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് ഉടമ കുടിയാന് കൊടുത്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ടാണ് എന്താക്കുന്നത്,
ബുദ്ധിമുട്ടുകളുണ്ട്. ആ കെട്ടിട ഉടമയുമായി ആ കെട്ടിട സമുച്ചയത്തിലുള്ള വിഷയങ്ങൾ പറയാം. ആ കെട്ടിട സമുച്ചയത്തിൽ വളരെ പാവപ്പെട്ട ആളുകളുണ്ട്. ഇത് നമ്മൾക്കറിയാം, റിവന്യൂവേറ്റ് ചെയ്യണമ്പോൾ സർക്കാരിൽ നിന്നൊരു തുക കിട്ടും, നമ്മളൊരു തുക ഇടുക, ആ രീതിയിലെ കെട്ടിടം ഉണ്ടാവുക. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്ക് ഈ പാക്കേജിങ് കിട്ടും, ഞങ്ങൾ സമാഹരിക്കുന്ന തുക കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അവർക്ക് നിങ്ങളുടെ ലക്ഷ്യം ആ കെട്ടിടം ബലപ്പെടുത്തി തന്നെ കച്ചവടം ചെയ്യണം തുടങ്ങാൻ എന്നുള്ളതാണ് അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശ്രമമാണ് അങ്ങനെ നടക്കുന്നത്. നടന്നില്ലെങ്കിലോ അത് നടന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ അതിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. കാരണം നമുക്കറിയാലോ, വലിയൊരു ദുരന്തം വന്നു. ആ. ഞങ്ങളത് പിടിവാശി പിടിച്ചുകൊണ്ട് പറ്റാത്ത രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു വലിയ ദുരന്തം വരും. Yes. ഒരു സ്ഥാപനം തുടക്കണമെങ്കിൽ പഴയ പോലെയല്ല, ലക്ഷങ്ങൾ കോടികൾ രൂപ വേണം. ഇത് കുറച്ചു കാലം നീണ്ടു നിൽക്കും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ. അത് ഞാൻ ഇപ്പം നമ്മൾ വ്യാഴാഴ്ച കത്തിയിട്ട് ശനിയാഴ്ച രാത്രി ക്ലീൻ ചെയ്യേണ്ടത് ഞങ്ങൾ ക്ലീൻ ചെയ്ത് ബുധനാഴ്ചയാണ്. അതുപോലെ ഇൻസ്പെക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി. മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ നമ്മളെ കേരളം ഭരിക്കുന്ന സർക്കാരും അതുപോലെ തന്നെ ആളുകളും എന്താക്കുന്നുണ്ട്, അതിൻ്റെ നടപടികൾ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്നോ നാളെയോ മറ്റന്നാളോ അതിന് ഇൻസ്പെക്ഷൻ നടക്കും, അതിൻ്റെ റിസൾട്ട് കൂടി വരും. നമ്മൾ നിരന്തരം ഇതിൻ്റെ പിറകിലാണ്. തളിപ്പറമ്പ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ 9-ാം തീയതി ഇറങ്ങിയ ഞാൻ അടക്കമുള്ള ആളുകൾ ഇതുവരെ ഞങ്ങൾ കടയിലേക്ക് പോയിട്ടില്ല. ഇന്ന് എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ പിന്നെ ബിൽഡിംഗ് ഓണർമാരെ കണ്ട് അവരിൽ നിന്നൊരു പരിഹാരം കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട ഫണ്ട് അവർ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഉടമകളും ചെലവഴിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, ചെലവഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിലുള്ള ഇതേ മേഖലയിൽ അല്ലെങ്കിൽ ഇതേപോലെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ കണ്ടുകൊണ്ട് അവർക്ക് ആശ്വാസത്തിന് നിൽക്കാൻ പറ്റുന്ന ആളുകളെ നിർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട പാക്കേജുകൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അവിടെയുള്ള സംരംഭകരെ അതുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം 200 പേരാണ് പ്രത്യക്ഷത്തിലുള്ളത്. മേലെയുണ്ട്. അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ. തിരിച്ചുവിടാം. നസീർ, എങ്ങനെയാണ് നഗരസഭ ഈ വിഷയത്തിൽ ഇപ്പം മുന്നോട്ട് പോകുന്ന, ഏതൊക്കെ നിലക്കാണ്? നഗരസഭ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന കൗൺസിലിൽ സപ്ലിമെൻ്ററി അജണ്ടയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ ബലക്ഷ്യം സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്താനുള്ള ടെക്നിക്കൽ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, നിയമിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. കൗൺസിൽ തീരുമാനം അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തത്, ആ കൗൺസിലിൽ സപ്ലിമെൻ്ററി അജണ്ടയായിട്ട് വന്നത്. അത് വന്ന ഉടനെ ആ കമ്മിറ്റി എടുത്ത ഉടനെ തന്നെ എന്ത് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എത്ര പെട്ടെന്ന് ഏറ്റവും വേഗതയിൽ മണിക്കൂറിൽ പറ്റുമെങ്കിൽ അവിടെ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. അതിന് പുറമെ അവിടെ ഇപ്പോൾ അത്യാവശ്യം ഭാഗികമായിട്ട് ചില ഷോപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭാഗികമായിട്ടേ കത്തിയിട്ടില്ലൂ. അവർക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഷോപ്പ് തുടങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് സൗകര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം എത്രയും പെട്ടെന്ന് തുടങ്ങാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാങ്കേതികത്വവും നോക്കാതെ ഈ വ്യാപാരികളെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് തന്നെയാണ്, തൊഴിലാളികളെയും ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് തളിപ്പറമ്പ് നഗരസഭയുടെ തീരുമാനം. തിരിച്ചു വരാം. ഗിരീഷ്, ഇപ്പോ ഈ പറഞ്ഞപ്പോ ഈ മട്ടന്നൂരിൽ നിന്ന് ആ ഫയർഫോഴ്സ് വന്നില്ലായിരുന്നുവെങ്കിൽ തളിപ്പറമ്പ് നഗരം ഇല്ലാതാകുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണോ? അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു ഫയർ സർവീസ് കയറ്റി വെക്കാൻ പറ്റാത്ത ഒരു നിലയിലാണ് അതിന്റെ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഈ തളിപ്പറമ്പിലെ 2 ഫയർഫോഴ്സ് ഇത്തിരി ഹൈറ്റിലേക്ക് വെള്ളം തള്ളുക എന്നുള്ളത് അപ്രായോഗികമാണ്. അപ്പോൾ തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലക്ക് നീലേശ്വരത്ത് ഉൾപ്പെടെയുള്ള ഫയർ സർവീസ് ഈ ഏകദേശം 12-13 യൂണിറ്റ് ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് അത്. തളിപ്പറമ്പിൽ വന്ന 2 എഞ്ചിനിൽ ഒന്നിന് വെള്ളമില്ല, ഒന്നിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. തളിപ്പറമ്പ് പോലുള്ള ഇത്ര തിക് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയുള്ള ഫയർഫോഴ്സിന്റെ സംവിധാനം ഇതാണെങ്കിൽ ജനങ്ങളുടെ രക്ഷ എവിടെ കിടക്കും? അതിനെന്ത് മറുപടി പറയും? ഞാൻ പറഞ്ഞത് പരാജയമല്ലേ ശരിക്കും? ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോ MLA കുറിച്ച് പറഞ്ഞു. MLA 9-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതി അടിയന്തരമായി RDO വിളിച്ചു ചേർത്ത ഒരു യോഗം. ആ യോഗത്തിനകത്ത് MLA പറഞ്ഞിട്ടുണ്ട് മറ്റ് സാങ്കേതികത്വങ്ങൾ നോക്കേണ്ടതില്ല. അത് പലതരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് MLA പറഞ്ഞത് ഇപ്പോൾ ആ കോംപ്ലക്സിൽ തന്നെ കത്തി അമർന്നിട്ടുള്ള കടകളിൽ ഭൂരിപക്ഷം കടകളും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ്. അതിനകത്ത് അങ്ങനെ ഒരു സാങ്കേതികത്വം നോക്കണ്ട, അവർക്ക് സഹായിക്കണം എന്നുള്ള നിലപാടാണ്. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ക്ഷേമനിധി, മറ്റ് തൊഴിൽ നികുതി ഉൾപ്പെടെ അടക്കുന്നവരുണ്ടാവും. അതൊന്നും ഇല്ലാത്തവരുണ്ട്. ആ നിലയിൽ അവർക്ക് ആനുകൂല്യം വാങ്ങിച്ചു. കാരണം വെച്ചാൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ കുടുംബമുണ്ട്. അവരൊന്നും ഒരു തരത്തിലും അനാഥരാക്കരുത്. അതുകൊണ്ട് വ്യാപാരികളെ സഹായിക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെ സഹായിക്കുന്ന ഒരു പാക്കേജ്, അതിനൊരു സാങ്കേതികത്വം നോക്കേണ്ടതില്ല. ഇപ്പോൾ മുട്ടായി തെരുവിലുണ്ടായിട്ട് സംഭവമാണ് അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ആ നിലയിലേക്ക് സാങ്കേതികം നോക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇപ്പോൾ മുനിസിപ്പൽ സെക്രട്ടറി ഞാൻ മനസ്സിലാക്കിയത് ഇത് സംബന്ധിച്ച് മർച്ചൻ്റ് അസോസിയേഷൻ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ, ബിൽഡിംഗ് ഓണറുടെ പേര്, ആ കട നടത്തുന്ന ആളുടെ പേര്, അതിനകത്ത് സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ എത്ര, അത് അവരാണ് കുറ്റപ്പെടുത്തും. അവർക്കറിയാമോ.
അതോടൊപ്പം തന്നെ ആടെയുള്ള തൊഴിലാളികൾ, അവരെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ചൊരു വിവരങ്ങൾ തരാൻ മർച്ചന്റ് അസോസിയേഷൻ്റെ അവർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം വരുന്നത് ഈ നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ സംബന്ധിച്ചൊരു കണക്കാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സെക്രട്ടറി എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതോടൊപ്പം ഇതെല്ലാം സെക്രട്ടറി ഇവരോട് കൂടെ നിന്ന് ചെയ്യുന്നത്. ഇപ്പോൾ നസീർ കൗൺസിൽ പറഞ്ഞു സെക്രട്ടറിക്ക് എന്തോ ഒരു ആരോ ഒരു പിന്നിൽ നിന്നിട്ട് ആരോ ഒരു നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഭരണകക്ഷിയാണോ നസീറെ? ഭരണകക്ഷിപ്പെട്ട ആളുകളാണോ? ഗിരീഷൻ തന്നെയാണോ അവസാനം? അല്ല, ഞങ്ങൾ സംശയിക്കുന്നു. അല്ല, ഗിരീഷിനെയാണോ അതായത് എതിർക്കുന്നത്? ഭരണസമിതിയെ മോശമാക്കാൻ സെക്രട്ടറിയെ ഒന്നാമത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആരായിരിക്കും ആരായിരിക്കും അതാണ് പരിശോധിക്കേണ്ടത്. അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ, തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിൽ BM വെജിറ്റബിൾസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആ കട നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. 2019 മുതൽ ഒരാളെ പിന്നെ ആധാർ കാർഡ് ഇപ്പോ നമുക്കറിയാം ഓൺലൈനിലാണല്ലോ. താങ്കൾ പറഞ്ഞല്ലോ ഈ കടകളിൽ പലതും നിയമവിരുദ്ധമാണ്, ലൈസൻസ് ഇല്ല. അപ്പൊ ഈ പച്ചക്കറി കട മാത്രം എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, ആ കട അടപ്പിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി പോയപ്പോ അതിന് തടസ്സം നിന്നവരാണ് ഈ പറയുന്ന കൗൺസിൽ. അല്ല, അങ്ങനെയുണ്ടെങ്കിൽ ഈ കോംപ്ലക്സിലെ എല്ലാ കടയും പൂട്ടില്ലല്ലോ. അതാണ് പറഞ്ഞത്. അതാ ഇപ്പോഴാണ് ഗിരീഷ്, ഈ പറയുന്ന താങ്കൾ തന്നെ പറഞ്ഞു ഈ കോംപ്ലക്സിലെ പല കടകൾക്കും ലൈസൻസ് ഇല്ലാതെ. ഇത് സംബന്ധിച്ച് ഒരു പരാതി വന്നപ്പോഴാണ് സെക്രട്ടറി അത് പരിശോധിക്കുന്നത്. അപ്പോഴാണ് 2019 മുതൽ ഇതുപോലെ വ്യാജ ലൈസൻസ് കരസ്ഥമാക്കി എന്നുള്ളത് മനസ്സിലാക്കി ആ കട അടപ്പിക്കുമ്പോൾ നസീർ കൗൺസിൽ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ ഉൾപ്പെടെയുള്ളവർ അത് തടസ്സപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ടും ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല. തടസ്സം നിൽക്കുമെന്ന് പറഞ്ഞ സെക്രട്ടറിയെ സംബന്ധിച്ചോളം ഒരിക്കലും തടസ്സപ്പെടുത്തിയതല്ല. അതിന്റെ മൂല കാരണം അവിടെ തുടങ്ങുന്നുണ്ട്. അപ്പൊ സെക്രട്ടറിയും ഭരണകക്ഷിയും തമ്മിൽ ഏറ്റുമുട്ടലിലാണ്. ഗിരീഷ് അല്ല, ഭരണസമിതിയും സെക്രട്ടറിയും തമ്മിൽ അണിയറയിൽ ഏറ്റുമുട്ടലുണ്ട് നേരത്തെ തന്നെ. അതാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. സെക്രട്ടറി ഒരു പക്ഷവും ഭരണസമിതി മറുപക്ഷവും പ്രതിപക്ഷം മറ്റൊരു പക്ഷമായിട്ട് 3 പക്ഷമുണ്ട് ഇപ്പോ. പക്ഷമാണ്. അല്ല, ഈ പ്രതിപക്ഷത്തിന്റെ സെക്രട്ടറി ഒരു പക്ഷമാണോ സംശയമുണ്ട്. പിന്നെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചത്. ഒരു ഔട്ട്സൈഡർ എന്ന രീതിയിലും പൊതുസമൂഹത്തിന്റെ മുന്നിലും പ്രതിപക്ഷം എന്തെങ്കിലും ഉത്സിത പ്രവൃത്തി അതിന്റെ അകത്ത് നഗരസഭ ചെറിയ സംശയമുണ്ട്. നഗരസഭയിലെ പ്രതിപക്ഷം എന്തെങ്കിലും ചെയ്തു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ദുരന്തവുമായി ദുരന്തത്തിന് ശേഷം നടന്ന സംഭവങ്ങളിൽ പിന്നെ കളി എന്താണ് എന്നുള്ളത് ഇത് കൂടാതെ ഒരു കാര്യമുണ്ട്. ഈ ദുരന്തമൊന്നും ബാധിക്കാത്ത കുറെ കടകളുണ്ട് അവിടെ. എന്തുകൊണ്ട് ഈ ഫയർഫോഴ്സ് വെള്ളമടിച്ചപ്പോഴാണ് രാജധാനി കത്തിയില്ല. രാജധാനിയുടെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ ശരിക്കും പറഞ്ഞാൽ ലക്ഷോപലക്ഷം രൂപയുടെ സാധനങ്ങൾ നശിക്കുന്നത് പിന്നെ അതിന്റെ ഗോഡൌൺ ആണ് കത്തുന്നത് താഴത്തെ. അപ്പൊ അവിടെയൊക്കെയുള്ള സാധനം വേസ്റ്റായി പോയതിന് സ്വാഭാവികമായിട്ടും വെള്ളടിക്കാടുക്കാൻ പറ്റൂല. ഫയർഫോഴ്സ് ആദ്യം കത്തിയ കട പിന്നെ അല്ല, തൊട്ടിപ്പുറത്തെ കട സംരക്ഷിക്കാനാണ് നോക്കുക. അപ്പൊ അങ്ങനെ കുറെ കടകളുണ്ട് അവിടെ. അത് തുറന്ന് പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സവും ഇപ്പൊ ഇല്ല. പക്ഷെ അതുപോലും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റൂല എന്ന് ഉള്ള ഒരു സമീപനം ഉണ്ടായപ്പോഴാണ് മിനിഞ്ഞാന്ന് പിന്നെ ആരുടെ അനുവാദമില്ലാതെ ആ കടകളൊക്കെ ഇപ്പൊ തുറന്ന് ഈ കോംപ്ലക്സിലെ മഹാഭൂരിപക്ഷം കടകളും ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ഈ പറയുന്ന കെട്ടിടം തന്നെ പൊളിച്ചു മാറ്റണം എന്നെല്ലാം പറയുമ്പോഴും ഈ കടകളിൽ എനിക്ക് തോന്നുന്നു 30-ലധികം 30-40 കടകൾ പ്രവർത്തിക്കുന്നുണ്ട്, സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ണോണ്ട് കാണുമല്ലോ ഇന്ന്. ഈ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞിരുന്നാ പിന്നെ അതെന്താ അടുപ്പിക്കാൻ പറ്റാത്ത ഒരു ചെറിയ സംശയം. ഈ സെക്രട്ടറി ഇപ്പൊ പറഞ്ഞപ്പോ ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി. സെക്രട്ടറി ഭരണപക്ഷം പ്രതിപക്ഷം ത്രികോണ മത്സരം അവിടെ നടക്കുന്നത്. അത് എങ്ങനെ നിങ്ങളെ ബാധിക്കും? നമ്മൾക്ക് ഒരു മത്സരത്തിനും ഞങ്ങളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവധിയിൽ പോയിരിക്കുക സെക്രട്ടറി അവധി പോകാൻ കാരണം എന്താ? നിങ്ങളെ നിർബന്ധിത അവധിയാണോ? അറിയില്ല എന്തുകൊണ്ടാണ് അവധി എടുത്തത്. ഗിരീഷ്, ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഗിരീഷ് ഭായി. ഇത്ര നിർണായകമായ വിഷയങ്ങൾ നടക്കുമ്പോൾ സെക്രട്ടറി അങ്ങനെ അവധിയിൽ പോയതിന് പിന്നിൽ ദുരൂഹതയില്ലേ?
അല്ല, ഇപ്പൊ ഈ സംഭവം എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അയാൾ കൊണ്ട് ലീവ് എടുത്തത്. അയാൾ അസുഖമായിട്ടാണ് ലീവ് എടുത്തത് കിട്ടിയ വരും എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത ലീവ് പിന്നെ ഒരു പുണ്യയാത്രക്ക് വേണ്ടിയിട്ടായിരുന്നു. ആടെ എത്തിയ സമയത്ത് ഈ സംഭവം നടന്നു. അയാൾ യാത്ര റദ്ദാക്കി തിരിച്ച് ഇവിടെ വന്നു. ഇതിനെല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുത്തു. ഇപ്പൊ പഴയ സ്ഥിതിയിലേക്ക് പഴയ സ്ഥിതിയിലായിട്ടില്ലോ, എവിടെ എത്തിയിട്ടില്ലോ. പഴയ സ്ഥിതിയിൽ സെക്രട്ടറിയുടെ സാന്നിധ്യം നിർബന്ധമാണ് ഇപ്പൊ, അല്ലേ? സെക്രട്ടറി ഇപ്പോൾ ഓഫീസിൽ വരുന്നുണ്ട്. അതാണ് അതിന്റെ പ്രശ്നം. അതെങ്ങനെയാ? നമസ്കാരെ, അത് നമ്മൾക്കൊരു കാര്യം പറയാം. പറയൂ. നേർരേഖയിൽ നമ്മൾക്ക് പറയാനുള്ള കാര്യം, സർക്കാരിന്റെ പാക്കേജ് നമ്മുടെ സർക്കാർ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. സർക്കാർ അതിന് തയ്യാറാണ്, MLA തയ്യാറാണ്, MP മാരായാലും എല്ലാവരും തയ്യാറാണ്. നമ്മളെ സംരക്ഷിക്കണ്ടേ എന്നുള്ളത് ഇപ്പൊ ഈ പറഞ്ഞപ്പോൾ നമുക്കൊരു ഭീതിയായി. അവിടെ ത്രികോണ മത്സരം നടക്കുന്നു, ഇവിടെ മറ്റു ഭരണപക്ഷവും പ്രതിപക്ഷം, അതൊന്നും നമ്മൾക്ക് രാഷ്ട്രീയവുമില്ല, മതവുമില്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അല്ലെങ്കിൽ വ്യാപാരികൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ച് നടത്തുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉപജീവനം ഇവിടെ നിന്നിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ എല്ലാ വികസനത്തിനും സംഭാവനയായാലും എന്തിനാണ് സർക്കാരിന്റെ ഖജനാവ് പോലും 70,000 കോടി രൂപ നികുതി കൊടുത്ത് കടത്തുന്ന ആളുകളാണ്. പിന്നെ ക്രമീകരണങ്ങൾ നടത്തേണ്ടത്, അതിനൊരു അതോറിറ്റി ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ക്രമീകരണം അവിടെ ഇല്ല, സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് അതിന് ബദൽ സംവിധാനം നടത്താതെ MLA പറഞ്ഞ കാര്യം അത് ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം ഏത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും MLA പറഞ്ഞ കാര്യം അത് എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്രമീകരണം നടത്തണോ, വേണം, നമുക്ക് ചെയ്യാലോ. നമ്മളെല്ലാത്തിനും റെഡി. റെഡി. സെക്രട്ടറി അവധിയിലാണ്. സെക്രട്ടറി സ്ഥിരമായിട്ട് അവിടെ വരുന്നു. ഇത് എന്ത് സെക്രട്ടറി, എന്ത് നഗരസഭ, എന്ത് പരിപാടി? അല്ല, സെക്രട്ടറി അവധിയിലാണോ? സെക്രട്ടറി ഇപ്പോൾ അവധിയിലാണ്. അയാൾ ഇപ്പൊ അവിടെ വരലുണ്ടോ? ഇല്ല, ഇന്നലെ മുതലാണ് അവധി എടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ വന്നോ അദ്ദേഹം? എന്നിട്ട് അവിടെ ഇന്നലെ അവധി എടുക്കുന്നതിന് മുമ്പായിട്ട് വന്നതായിരിക്കാം സംഭവം. ഇന്ന് സെക്രട്ടറി ഉണ്ടോ ഗിരീഷ് ഭായിയുടെ? അറിയില്ല. അറിയില്ല. പിന്നെ താങ്കൾ പറഞ്ഞ സെക്രട്ടറി അവിടെ വരുന്നുണ്ട്. സെക്രട്ടറി മിനിഞ്ഞാന്ന് കണ്ടു. പിരിഞ്ഞാന്ന് കണ്ടു. എന്താ സംഭവിക്കാൻ? സെക്രട്ടറി അധികാരം പൂർണ്ണമായിട്ട് മറ്റേയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലീവ് അങ്ങനെ തന്നെയാണ്. ഒരു മാഡമാണ് എമ്മിക്കാണ് ചുമതല കൊടുത്തത്. എമ്മിക്ക് മുനിസിപ്പൽ മുനിസിപ്പൽ എഞ്ചിനീയർ ജോയിന്റ് രജിസ്ട്രാള് അവരാണല്ലോ ഈ സെക്രട്ടറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജില്ലയിലെ പിന്നെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്നത് JDU ആണ്. അയാള് അദ്ദേഹം ഈ മുനിസിപ്പൽ എഞ്ചിനീയർക്ക് സെക്രട്ടറി പൂർണ്ണ ചുമതല കൊടുത്തു, പൂർണ്ണ അധികാരം കൈമാറിയിട്ടുണ്ട്. അത് ഇനിയെങ്കിലും അദ്ദേഹം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവധിയിലാണ്. ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണത്. ചികിത്സക്കോ എന്തിനും സർക്കാർ ജീവനക്കാരൻ അവധി എടുക്കാം. നിർബന്ധ അവധിയൊന്നുമല്ല. അയാൾ അപേക്ഷ കൊടുത്തിട്ടുള്ള അവധിയാണ്. ആ അവധിയിൽ അയാൾ കഴിയുക. പുതിയ സംവിധാനത്തിൽ ഒരു സെക്രട്ടറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്രട്ടറി ചാർജ് വന്നിട്ടുണ്ട്. അയാളുടെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് ഈ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും പിന്നെ വ്യാപാരികളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ. സമയം തീരുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോ ഈ പറഞ്ഞ രീതിയിൽ സാധാരണ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലിയ ആദി MLA-യും സർക്കാരും മുഖം തിരിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട MLA ആയാലും നമുക്ക് CM-നെ കഴിഞ്ഞ ദിവസം കാണാൻ പോലും നമ്മൾക്ക് നേരിട്ട് ചോദിച്ചപ്പോൾ ചില ഞങ്ങൾ എന്തായാലും പോകും, ഞങ്ങൾ പോകേണ്ട അടുത്ത് പോകും എത്രയും പെട്ടെന്ന്. കാരണം ഇത് താഴേനെ തുടങ്ങണം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല രീതി നമ്മൾ നേർരേഖയിൽ വരുമ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളത് ആ സർക്കാരിന്റെ പാക്കേജ് ഉണ്ടാക്കുക, കഴിഞ്ഞ കാലങ്ങളിലുള്ളതിനെപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പിന്തുണ വരിക. പ്രേക്ഷകരെ ഒരു കാര്യം ഈ നേർരേഖ ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെയൊക്കെ ചെറിയ കളികൾ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന സെക്രട്ടറിയുടെ പേര് പരാമർശിക്കില്ല, ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഒരു സെക്രട്ടറിക്കൊന്നും കയറി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനാധിപത്യം അത്ര ശക്തമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ കളികൾക്കൊന്നും നിങ്ങൾ നിന്നു കൊടുക്കരുത്. ഇപ്പൊ ഈ കേട്ട വിവരങ്ങൾ വെച്ച് ഇവരെയൊക്കെ നിങ്ങൾ നിരീക്ഷിക്കണം. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ജനങ്ങൾ നിരീക്ഷിക്കണം. വ്യാപാരികൾ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ സക്രിയമായി ഇടപെടുന്ന ഒരു വിഭാഗം. അവരില്ലെങ്കിൽ നമ്മുടെ കാര്യം എന്താവും, നമ്മുടെ അവസ്ഥ എന്താവും? നമ്മളായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗമാണ് വ്യാപാര സമൂഹം. നമ്മൾ തന്നെയാണ് അവർ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. അതിനിടയിൽ കരാളഹസ്തങ്ങളുമായി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാനും മാറ്റി നിർത്താനും MLA നേതൃത്വം വളരെ സത്യസന്ധമായി MLA ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജനകീയമായ ആ ഇടപെടലുകൾ ചുവപ്പ് നാടയിൽ കുടുങ്ങാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തണം എന്ന് മാത്രമാണ് നേർരേഖയ്ക്ക് പറയാനുള്ളത്. പങ്കെടുത്ത 4 പേർക്കും ഒപ്പം പ്രേക്ഷകർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.